ഹലോ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഹോട്ട് ടോപ്പിക്സിൻ്റെ സീരീസിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള എക്സാംസ് എടുത്തിട്ട് റെക്കറിംഗ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് അതിലായിരിക്കും ക്ലാസ്സസ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ് രണ്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ തരികയും പിന്നീട് ആ സെയിം ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള PYQs മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്. അങ്ങനെ എല്ലാ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടും 2 ക്ലാസ്സസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ SCRT NCRT സെപ്പറേറ്റ് ചാപ്റ്റർ വൈസ് സീരീസ് ഉണ്ടായിരിക്കും. അതും നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം എടുത്തായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ 2 തരത്തിലുള്ള പൊളിറ്റിക്കൽ യൂണിറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷ് പ്രവിശ്യകളും ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ബ്രിട്ടീഷ് പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ നാട്ടുരാജ്യങ്ങൾ ഏകദേശം 552ഓളം നാട്ടുരാജ്യങ്ങളുണ്ട്. അത് പ്രാദേശിക രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നെങ്കിലും അവർ ഇൻഡയറക്റ്റ്ലി ബ്രിട്ടീഷിൻ്റെ പരമാധികാരത്തിന് കീഴിലായിരുന്നു. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 ഇൻഡിപെൻഡൻറ്റ് ഡൊമീനിയോണുകൾ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് 3 ഓപ്ഷനുകളുണ്ടായിരുന്നു. ഒന്നുകിൽ ഇന്ത്യയിൽ ചേരുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുക, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലകൊള്ളുക എന്നിങ്ങനെ 3 ഓപ്ഷൻസാണ് ഈ ആക്ട് കൊടുത്തിരുന്നത്. ഇതിൽ 552 നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ, അതിൽ 549 പേരും ഇന്ത്യയിൽ ചേരാൻ സന്നദ്ധത കാണിച്ചു. എന്നാൽ 3 നാട്ടുരാജ്യങ്ങൾ അതിന് സന്നദ്ധമായിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ പറയുന്ന രീതികളിൽ അവയെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ വഴി, അതായത് മിലിറ്ററി ആക്ഷൻ നടത്തിയാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനുമായി ചേർത്തത്. ജുനഗഡിനെ റഫറൻഡം വഴിയാണ്, പൊതുജന അഭിപ്രായം വഴിയാണ് ഇന്ത്യൻ യൂണിയനുമായിട്ട് ചേർത്തത്. ജമ്മു ആൻഡ് കാശ്മീരിനെയോ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ വഴി, അത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഒപ്പുവെച്ചത് വഴിയാണ് ഇന്ത്യൻ യൂണിയനുമായിട്ട് ചേർക്കുന്നത്. അപ്പോൾ 3 നാട്ടുരാജ്യങ്ങളായിരുന്നു അവസാനമായിട്ട് വിസമ്മതിച്ച് നിന്നിരുന്നത്. അപ്പോൾ ആരൊക്കെയാണ്, അവരേത് രീതിയിലാണ് ചേർത്തതെന്ന് ഓർത്തിരിക്കണം. ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന മിലിറ്ററി ആക്ഷൻ വഴിയും, ജുനഗഡിനെ റഫറൻഡം വഴിയും, ജമ്മു ആൻഡ് കാശ്മീരിനെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഒപ്പുവെച്ചത് വഴിയുമാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത്. ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ, ജുനഗഡ് റഫറൻഡം വഴി, ജമ്മു ആൻഡ് കാശ്മീർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ മഹാരാജാവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ സംസ്ഥാനങ്ങളെ 4 വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. പാർട്ട് A, B, C, D എന്നിങ്ങനെ തിരിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. പാർട്ട് എയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഭരണത്തിലായിരുന്ന പ്രവിശ്യകളുണ്ട്, 9 പ്രവിശ്യകൾ. ആ 9 പ്രവിശ്യകളെ പാർട്ട് എയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാർട്ട് B എന്ന് പറയുന്നതോ സ്വന്തമായി നിയമസഭയുള്ള വലിയ നാട്ടുരാജ്യങ്ങൾ 9 ഉണ്ടായിരുന്നു. നമ്മുടെ തിരുക്കൊച്ചിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാർട്ട് സിയോ ചീഫ് കമ്മീഷണറുടെ ഭരണപ്രദേശങ്ങളായിരുന്നു. പിന്നെ ചെറിയ ചില നാട്ടുരാജ്യങ്ങളും പാർട്ട് സിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാർട്ട് ഡിയിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 1956 സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന് മുൻപ് വരെ ഈ രീതിയിലൊരു വർഗീകരണത്തിലായിരുന്നു ഇവിടെ എന്തുണ്ടായിരുന്നത്, സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത്. ഈ 4 പാർട്ട് A, പാർട്ട് B, പാർട്ട് C, പാർട്ട് D എന്നിങ്ങനെ ആയിരുന്നു ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരുന്നതെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ 1945 അല്ലെങ്കിൽ 50 കാലഘട്ടങ്ങളിലല്ല, അതിനു മുൻപേ തന്നെ സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ വർഗീകരിക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. അത് ആദ്യമായിട്ട് വന്നത് എങ്ങനെയാണെന്നറിയാമോ? 1917 കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന INC സമ്മേളനത്തിൽ, അതായത് നമ്മുടെ ആനി ബെസൻ്റ് അധ്യക്ഷയായിട്ടുള്ള, ആദ്യമായ ഒരു വനിതാ പ്രസിഡന്റ് അധ്യക്ഷയായിട്ടുള്ള
കൊൽക്കത്ത INC സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഇതിനൊരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. 1917 കൊൽക്കത്തയിൽ ആനി ബെസന്റ് അധ്യക്ഷയായി നടന്ന സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന പ്രമേയം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നീട് 1920 ഡിസംബറിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടക്കുന്ന സമ്മേളനം വിജയരാഘവാചാര്യാർ അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനത്തിലും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനൊരു തീരുമാനമെടുക്കുന്നുണ്ട്. അതായത് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഇതിനടിസ്ഥാനമായ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? കെ മാധവൻ നായരായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ നാഗ്പൂർ സമ്മേളനത്തിൽ 1920 വിജയരാഘവാചാര്യാർ അധ്യക്ഷനായിട്ടുള്ള നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട SCRTയിലുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഈ 1920 നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രാദേശിക കമ്മിറ്റികൾ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികൾ ലിംഗ്വിസ്റ്റിക്കലി, അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണ സൗകര്യത്തിനായി ഉണ്ടാക്കിയ അതിർത്തികൾക്ക് പകരമായിട്ട് ഭാഷയെ മാനദണ്ഡമായിട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ ഒരു കമ്മിറ്റി ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് സ്വാതന്ത്ര്യ സമര സന്ദേശം അവരുടെ മാതൃഭാഷയിൽ തന്നെ എത്തിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിന് ഡേറ്റ്, എവിടെ വെച്ച് നടന്നു, ആരായിരുന്നു ഈ പ്രമേയം അവതരിപ്പിച്ചതെന്നൊക്കെ ഉള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് KPCC രൂപീകരിക്കപ്പെടുന്നുണ്ട് 1921. അപ്പോൾ ഈ ഒരു രൂപീകരണം കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഐക്യ കേരളം മൂവ്മെൻറ്റിന് ഒരു തുടക്കം എന്ന രീതിയിൽ ഇത് വർത്തിച്ചു എന്നുള്ളതാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ 3 വ്യത്യസ്ത ഭരണവിഭാഗങ്ങളിൽ കിടന്ന മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും രാഷ്ട്രീയമായിട്ട് ഭിന്നിച്ച് കിടന്നിരുന്ന ഒരു സമൂഹത്തിൽ ഭാഷാപരമായ ഐക്യം വളരാനും ഇത് ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് നമ്മുടെ ഈ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കമ്മീഷൻ ഏതാണെന്ന് നോക്കാം. ധർ കമ്മീഷനാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആദ്യമായിട്ട് നിലവിൽ വന്നത്. 1948 ജൂണിൽ ജസ്റ്റിസ് SK ധർ അധ്യക്ഷനായിട്ടുള്ള ഈ ധർ കമ്മീഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാമോ? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കണമോ എന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ 1948 ജൂണിൽ വന്ന ധർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ അടുത്തും ചോദിച്ചു, ധർ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണമോ എന്നത് പരിശോധിക്കുവാനായിട്ട് ആദ്യമായിട്ട് വന്ന കമ്മീഷനാണിത്. 1947 ഡിസംബറിൽ അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കേണ്ട എന്നൊരഭിപ്രായമായിരുന്നു ധർ കമ്മീഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭരണ സൗകര്യവും ദേശീയ ഐക്യവും സാമ്പത്തിക ശേഷിയും ഒക്കെ മാനദണ്ഡമാക്കിയാണ് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കേണ്ടത് എന്നാണ് ധർ കമ്മീഷൻ പറഞ്ഞത്. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് അടിസ്ഥാനമായിട്ട് വേണം സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യാൻ, മറിച്ച് ലാംഗ്വേജ് വെച്ചിട്ടല്ല എന്നാണ് ധർ കമ്മിറ്റി പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ആദ്യമായിട്ട് സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വന്ന കമ്മീഷൻ ഇതാണ്. ഭാഷാ അടിസ്ഥാനത്തെ എതിർത്ത കമ്മീഷനുമാണ്. ധർ കമ്മീഷനിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ജസ്റ്റിസ് SK ധർ ആയിരുന്നു ചെയർമാൻ, ജഗത് നരേൻ ലാൽ ആയിരുന്നു ഒരു മെമ്പർ, പന്ന ലാൽ ആയിരുന്നു മറ്റൊരു മെമ്പർ. 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരായിരുന്നു ഇതിലെ അംഗങ്ങൾ. അതുകൊണ്ടാണ് JVP കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. അംഗങ്ങൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഇതിൻ്റെ ശുപാർശ എന്തായിരുന്നു? ഭാഷാ അടിസ്ഥാനത്തിൽ ഉടനെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതില്ല, ദേശീയ ഐക്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കാരണം എല്ലാവരും ഭയന്നിരുന്നത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ആസ് എ നാഷൻ നമ്മുടെ ഐക്യത്തെ അത് ബാധിക്കുമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. റീജിയണലിസം ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ ഉടനെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതില്ല എന്നാണ് JVP കമ്മിറ്റിയും പറഞ്ഞത്. 1948 തന്നെയാണ് JVP കമ്മിറ്റിയും അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. 1949 ഏപ്രിലിൽ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും സംസ്ഥാന പുനഃസംഘടനയുടെ അടിസ്ഥാനമായി ഭാഷയെ സ്വീകരിക്കുന്നതിനെ ഔദ്യോഗികമായിട്ട് നിരസിക്കുകയും ചെയ്തു.
അപ്പോൾ 1947 ഡിസംബറിലുണ്ടായിരുന്ന JVP കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന വേണ്ടെന്നാണ്, ഉടനെ തന്നെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ സംസ്ഥാന രൂപീകരണം കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കാനും നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ടായി. മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന് തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങളെ വേർപെടുത്തി ആന്ധ്ര സംസ്ഥാനം എന്ന പേരിൽ ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് 1953 ഒക്ടോബറിൽ ഇന്ത്യ ഗവൺമെൻറ് നിർബന്ധിതരായി. കാരണം എന്താണെന്നറിയാവോ? 56 ദിവസം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം നടത്തിയ പോറ്റി ശ്രീരാമലു അന്തരിച്ചു. അതിനെ തുടർന്ന് ഗവൺമെൻറ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. ഈ 56 ദിവസം എന്നുള്ളത് NCERTയിൽ 58 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര എന്ന പ്രത്യേക സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയ ആളാണ്. ഗാന്ധിയനായിരുന്നു. അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സർക്കാർ ജോലി ഉപേക്ഷിച്ച ആളാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ, വ്യക്തിഗത സത്യാഗ്രഹത്തിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ആന്ധ്ര സംസ്ഥാനം ആവശ്യപ്പെട്ട് 1952 ഒക്ടോബർ 19 മുതൽ 15 ഡിസംബർ വരെ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. അദ്ദേഹം അതിനുശേഷം മരിക്കുകയാണ് ഉണ്ടായത് നിരാഹാരത്തെ തുടർന്ന്. അങ്ങനെയാണ് 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായത്. ഇന്ത്യയിലെ ആദ്യ ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാനം അങ്ങനെ രൂപീകരിക്കപ്പെടുകയാണ്, ആന്ധ്ര സംസ്ഥാനം. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം മദ്രാസിൽ നിന്ന് തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങൾ വേർതിരിച്ച് രൂപം കൊള്ളുന്നത്. തലസ്ഥാനം കുർണൂലായിരുന്നു. ഈ ഡേറ്റ് ഓർത്തു വയ്ക്കുക. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമാണ്. ഈ ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള, എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നത് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ പറ്റിയിട്ടാണ്. 1953 ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നോക്കാം. നിയമിച്ചത് 1953 ഡിസംബറിലാണ്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1955. അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു. അംഗങ്ങൾ ആരൊക്കെയാണ്? HN കുൻശ്രു, KM പണിക്കർ. KM പണിക്കർ മലയാളിയാണ്. ആരൊക്കെയാണ് അംഗങ്ങൾ? HN കുൻശ്രു, KM പണിക്കർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1955 സെപ്റ്റംബറിൽ ഇത് റിപ്പോർട്ട് സമർപ്പിക്കുകയും സംസ്ഥാന പുനഃസംഘടന അടിസ്ഥാനമായിട്ട് ഭാഷയെ പൊതുവായി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഭാഷയെ പൊതുവിലൊരു അംഗീകാരം, ഭാഷ ഒരു ബേസിസ് ആക്കുന്നത്, സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന് ഭാഷ ഒരു ബേസിസ് ആക്കാം എന്ന് പറഞ്ഞത് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. ആരുടെ നേതൃത്വത്തിലുള്ള? ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ളത്. ഭാഷയെ ഒരു മാനദണ്ഡമാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന വാദം ഈ കമ്മീഷൻ തള്ളുകയാണ് ഉണ്ടായത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം, 7ാം ഭരണഘടനാ ഭേദഗതി നിയമം 1956 എന്നിവയിലൂടെ പാർട്ട് എ, പാർട്ട് ബി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കുകയും പാർട്ട് സി സംസ്ഥാനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞായിരുന്നു സംസ്ഥാനങ്ങളെ ABCD എന്നിങ്ങനെ പാർട്ടുകളിലൂടെ വർഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ വർഗീകരണം നിർത്തലാക്കിയത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിലൂടെയും 7th അമെൻമെൻറ്റിലൂടെയാണ്. അവയിൽ ചിലത് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുമായി ലയിപ്പിക്കും. അങ്ങനെ ഈ പാർട്ട് എയിലുള്ളതും അതിനെയൊക്കെ എന്ത് ചെയ്തു? ചില സംസ്ഥാനങ്ങളെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളുമായി ലയിപ്പിച്ചു, മറ്റുള്ളവയെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. എത്രയാണ്? 14 സംസ്ഥാനങ്ങളാണ് നിലവിൽ വരുന്നത്, 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നുണ്ട്. ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്നത് എന്നാണ്? നവംബർ 1 1956. എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഫസൽ അലി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് നിലവിൽ വരുന്നത്. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ലക്ഷദ്വീപ്, മിനിക്കോയ്, അമിൻദ്വീപ് ഐലൻഡുകൾ, മണിപ്പൂർ, ത്രിപുര എന്നിവയായിരുന്നു ഇതനുസരിച്ച് വന്ന 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ട 14 സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട്.
1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം മദ്രാസ് സംസ്ഥാനത്തിലെ മലബാർ ജില്ലയെയും തെക്കൻ കാനറയിലെ അതായത് ദക്ഷിണ കന്നഡയിലെ കർണാടക, കാസർഗോഡും തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനവുമായി ലയിപ്പിച്ചുകൊണ്ട് പുതിയ കേരള സംസ്ഥാനം രൂപീകരിച്ചു. ഹൈദരാബാദ് സംസ്ഥാനത്തിലെ തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശങ്ങളെ ആന്ധ്ര സംസ്ഥാനങ്ങളുമായി ലയിപ്പിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചു. കൂടാതെ മധ്യഭാരത് സംസ്ഥാനം, വിദ്യാപ്രദേശ് സംസ്ഥാനം, ഭോപ്പാൽ സംസ്ഥാനം എന്നിവയെ മധ്യപ്രദേശ് സംസ്ഥാനത്തിൽ ലയിപ്പിച്ചു. സമാന രീതിയിൽ സൗരാഷ്ട്ര, കച്ച് സംസ്ഥാനങ്ങളെ ബോംബെ സംസ്ഥാനത്തിലും കൂർഗ് സംസ്ഥാനത്തെ മൈസൂർ സംസ്ഥാനത്തിലും പട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ് സ്റ്റേറ്റ് യൂണിയൻ പെപ്സു പഞ്ചാബ് സംസ്ഥാനത്തിലും അജ്മീർ സംസ്ഥാനത്തെ രാജസ്ഥാൻ സംസ്ഥാനത്തിൽ ലയിപ്പിച്ചു. മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന് വേർപെടുത്തിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ലക്ഷദ്വീപ്, മിനിക്കോയ്, അമിൻദ്വീപ് ഐലൻഡുകൾ, ലക്ഷദ്വീപ് എന്ന പുതിയ കേന്ദ്രഭരണ പ്രദേശവും രൂപീകരിച്ചു. അപ്പോൾ ആദ്യം നിലവിൽ വന്ന 14 സംസ്ഥാനങ്ങളെ പറ്റിയിട്ടും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റിയും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇതിന് ശേഷവും പിന്നീടും സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഞാൻ ഈ നോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ടത് ആരാണ്? തെലുങ്കാനയാണ്. നമുക്കിതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നോക്കാം. 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞു. ദർ കമ്മീഷൻ എന്നാണ് 1948 48 ഡിസംബറിൽ തന്നെ വന്നതാണ് JVP കമ്മിറ്റി. 1952 പോറ്റി ശ്രീരാമലു അന്തരിക്കുന്നത്. 53 ആന്ധ്ര സംസ്ഥാനം വന്നു. 1953 തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നുണ്ട്. 55 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വരുന്നു. 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും ഒപ്പം കേരളവും രൂപം കൊള്ളുന്നു. ഫസൽ അലി ആയിരുന്നു നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇതേ ടോപ്പിക്കിൽ തന്നെ PSC ചോദിച്ചിട്ടുള്ള PYQs ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ വിട്ടുപോയ ഫാക്ട്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം പരാമർശിക്കുന്നതായിരിക്കും.